നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ പ്രവാസികൾ ഏവരെയും നടക്കിക്കൊണ്ടുള്ള വാർത്തയാണ് പ്രവാസി ലോകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. പ്രവാസികളുടെ ഭാവിയെ തന്നെ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ടാണ് ബഹ്റൈനിൽ മലയാളിക്ക് കൊറോണ സ്ഥിരീകരിച്ചതായുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. കാസർഗോഡ് സ്വദേശിയായ നേഴ്സിനാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ഇവരെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. ഒപ്പം ഇവരുടെ ഭർത്താവിന്റെയും മകളുടെയും സാമ്പിൾ പരിശോധനയ്ക്കായി ചുരുക്കുകയാണ്. ഇന്ത്യയിൽ കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെ ഒട്ടേറെ രാജ്യങ്ങൾക്കാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയത്. ഖത്തറിൽ ഒറ്റ ദിവസം കൊണ്ടാണ് 238 പേർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ പ്രവാസി മലയാളികളും ഉൾപ്പെടുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് കൊറോണ വൈറസ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 262 ഉയർന്നിരിക്കുകയാണ്. പുതിയതായി രോഗം സ്ഥിരീകരിച്ച എല്ലാവരും പ്രവാസികളാണെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച 3 പ്രവാസികൾക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അവരോടൊപ്പം ഒരേ സ്ഥലത്ത് താമസിച്ചിരുന്ന എല്ലാവരെയും നിരീക്ഷണത്തിലാക്കിയിരുന്നു. ഇവരിൽ 238 പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചത്. ഇവരെല്ലാം നേരത്തെ തന്നെ നിരീക്ഷണത്തിലാക്കിയിരുന്നതിനാൽ പൊതുജനങ്ങളുമായി ബന്ധപ്പെടാൻ അവസരം ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു. എത്ര പേരെയാണ് നിരീക്ഷണത്തിലാക്കിയിട്ടുള്ളതെന്ന് വ്യക്തമല്ല എങ്കിലും അതോടൊപ്പം തന്നെ സൗദിയിൽ ഇതുവരെ COVID-19 ബാധിച്ചവരുടെ എണ്ണം 45 ഉയർന്നു. ഇന്നലെ 24 പേർക്ക് കൂടി പുതുതായി അണുബാധ സ്ഥിരീകരിച്ചതോടെയാണ് എണ്ണം കൂടിയത്. മക്കയിൽ നേരത്തെ രോഗം കണ്ടെത്തി ഈജിപ്തുകാരനുമായി സമ്പർക്കം പുലർത്തിയവരുടെ സാമ്പിൾ പരിശോധനയിലാണ് 23 പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. മറ്റ് പുതിയ 3 കേസുകൾ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കത്തീഫയിലാണ് സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ ദുബായ് എടുത്തു നോക്കുകയാണെങ്കിൽ ദുബായിൽ ഒറ്റ ദിവസത്തിൽ 112 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. സൗദി അറേബ്യയിൽ COVID-19 ബാധിച്ചവരുടെ എണ്ണം 45 ഉയർന്നു. ഇത്തരത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രവാസികൾക്ക് കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രവാസികളുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാണ്. അതോടൊപ്പം തന്നെ കുവൈറ്റ്, ഖത്തർ, ഇപ്പോഴത്തെ സൗദിയും ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനാൽ തന്നെ വിമാനയാത്രകളും നിർത്തിവച്ചിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.